ബ്രഹ്മരാജർഷിരത്നാഢ്യം വന്ദേ ഭാരതമാതരം. തിരുവിതാംകൂറിലാണ് സ്വാമിജി പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ശുചീന്ദ്രം അന്ന് കേരളത്തിൻ്റെ ഭാഗമായി. ആ മണ്ണിൽ ജനിച്ച അദ്ദേഹം എത്രമാത്രം ധീഷണാശാലിയായിരുന്നു. അന്നത്തെ കാലത്ത് വിദേശത്ത് പോയി വലിയ മേഖലയിലേക്ക് വളരാനുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം സദാനന്ദ സ്വാമിയെ സമീപിച്ചു എന്നുള്ളത് ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം നമ്മുടെ ഭാരതം മുഴുവൻ മഹത്തുക്കളായ സന്യാസി വര്യന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ജനിച്ച ഒരു കാലഘട്ടത്തിലാണ്. 1850 ശേഷം നമ്മൾ നോക്കിയാൽ ഒരു 10-15 കൊല്ലം കൊണ്ട് ഭാരതത്തിലെല്ലാ സംസ്ഥാനത്തിലും അനവധി മഹാത്മാക്കൾ, രാമകൃഷ്ണദേവനും വിവേകാനന്ദനും ഒക്കെ തന്നെ അത്തരം മഹത്തുക്കളായ അവതാര പുരുഷന്മാരിലെ ജാജ്വല്യമാനങ്ങളായ രത്നങ്ങളായി. ആ ഒരു കാലഘട്ടത്തിലാണ് സ്വാമിജിയും 1883 ശുചീന്ദ്രത്ത് ജനിച്ചത്. അദ്ദേഹം സമാധിയാകുന്ന കാലഘട്ടം 72-ാമത്തെ വയസ്സിൽ, അദ്ദേഹം 54 സമാധിയാകുന്നത് വരേക്കുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, ഒന്ന് നല്ല മേധാശാലിയായ ഭീഷണാശാലിയായ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അന്ന് ലഭിക്കുന്ന ആധുനിക പഠനങ്ങൾ സ്വീകരിച്ച ഒരു യുവാവ്. നേരത്തെ സ്വാമിജി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ മഹാരാജാക്കന്മാരുടെ സൈന്യത്തിൽ അംഗമായിരുന്നു എന്ന്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ ചിഹ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയും. നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഉയർന്ന നിലയിൽ വ്യക്തിപരമായി വളരണമെന്ന ആഗ്രഹത്തോടുകൂടി വിദേശത്ത് പോകാനും വ്യാവസായിക മേഖലയിലെ തന്ത്രങ്ങൾ പഠിക്കാനും ഒക്കെ ആഗ്രഹിച്ച അദ്ദേഹം സദാനന്ദ സ്വാമി എന്നുള്ള അഗ്നിജ്വാലയുടെ പ്രേരണയിലാണ് സന്യാസ മാർഗത്തിലേക്ക് വന്നത്. നമ്മുടെ ഭാരതത്തിന്റെ മുഴുവൻ ആത്മീയ പാരമ്പര്യത്തിന്റെ ഒരു തലസ്ഥാനം കാശിയാണ്. ഭാരതം മുഴുവൻ ആത്മീയമായ ഒരു മണ്ണാണെങ്കിലും ഉത്തര ഭാരതം ആ ഒരു ആത്മീയ ശക്തിയുടെ ഘനീഭൂതമായ മണ്ണാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് സന്യസിച്ചിട്ടുള്ള, അല്ലെ കേരളത്തിൽ നിന്ന് വിരക്തരായിട്ടുള്ള മഹത്തുക്കൾ എല്ലാം തന്നെ അവരുടെ പരിവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഭാരത പര്യടനം നടത്തി. സദാനന്ദ സ്വാമികളെ പറ്റി പറയുമ്പോഴും ഇവിടെ പാലക്കാട് ജനിച്ച അദ്ദേഹം കേവലം കൗമീന മാത്രം ധാരിയായിട്ട്, ഒരു കൗമീന മാത്രം ധരിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് അത് അപകടമുള്ള കാര്യമല്ല. അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. വിശേഷിച്ച് സ്വാമിജി സൂചിപ്പിച്ചതുപോലെ അന്നത്തെ കർണാടകയുടെ മണ്ണിൽ നിന്ന് അദ്ദേഹത്തിന് ആത്മീയ വെളിച്ചം കിട്ടി. അപ്പം ഞാൻ സൂചിപ്പിച്ചത് മഹാപ്രസാദ് സ്വാമികൾ എന്ന ആരംഭകാലത്ത് അറിയപ്പെട്ട സന്യാസ ദീക്ഷയോടുകൂടി ആത്മാനന്ദ ഭാരതി എന്നായി മാറിയ അദ്ദേഹം സദാനന്ദ സ്വാമിയെ കണ്ടതിന് ശേഷം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ആ കാലത്താണ് അദ്ദേഹത്തിന് മഹാപ്രസാദ് സ്വാമികൾ എന്ന പേര് ലഭിച്ചത്. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കാശിയിൽ പോയി. കാശിയിൽ നിന്ന് ഭാരതത്തിലെ ഏറ്റവും അധികം സന്യാസിമാർ തപോഭൂമിയായി കരുതുന്ന നർമ്മദയുടെ തീരത്ത് പോയി, ജബൽപൂരിൽ. നമുക്ക് അത്ഭുതം തോന്നും. ഗംഗയും ഒക്കെ നമുക്ക് പവിത്രമാണെങ്കിലും ഒരു നദിയെ പ്രദക്ഷിണം ചെയ്യുന്ന സംസ്കാരം നിലനിൽക്കുന്നത് നർമ്മദ നദിയാണ്. അതിൻ്റെ ആരംഭം മുതൽ ആ നദിയെ സമ്പൂർണമായി പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു വലിയ സാധനയാണ്. അപ്പോൾ ആത്മാനന്ദ ഭാരതി സ്വാമികൾ ജബൽപൂരിൽ നർമ്മദയുടെ തീരത്ത് തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യത്തെ പറ്റി അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായി. ആശ്രമത്തെ വളർത്തിയെടുത്തു. ഈ ആശ്രമത്തിന്റെ ഗതി ഏറ്റവും നെല്ലിപ്പലകയിൽ എത്തിയ കാലത്ത് അതിൽ നിന്ന് ഈ ആശ്രമത്തെ ഉദ്ധരിക്കാനുള്ള സജ്ജനങ്ങളുടെ, സദാചാരനിഷ്ഠരായ സാമൂഹ്യ പ്രവർത്തകരുടെ ചിന്തയുടെ ഫലമായിട്ട് വീണ്ടും ഇന്ന് ഈ പദ്ധതിയിൽ നമ്മളെ മഹാമണ്ഡലേശ്വരായി മാറിയ ആനന്ദവനം സ്വാമികൾ ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ ചിദാനന്ദ ഭാരതി സ്വാമിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ചു എന്നുള്ളത് അതൊരു യാദൃച്ഛിക സംഭവമല്ല, ഈശ്വരന്റെ പദ്ധതിയാണ്. ഇവിടെ ദീർഘമായി അദ്ദേഹം സ്വീകരിച്ച സന്യാസമാർഗത്തിന്റെ ആ മഹാമണ്ഡലേശ്വര പദ്ധതിയിലെ
ശ്രീവിദ്യയെ ആധാരമാക്കിയ അല്ലെങ്കിൽ ദേവിയെ ആധാരമാക്കിയ ഒരു പ്രവാഹത്തിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചതെന്ന് സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ നിദർശനമായി അദ്ദേഹം ഇവിടെ ആരംഭിച്ച ചില ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും അത് ദുർബലമായി പോയിരുന്നു. നമ്മൾ അതിനും ജീവൻ കൊടുത്തു. ഇന്ന് അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ന് രാവിലെ ഇതിലെ ഒരമ്മ കയറി വന്നു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കുടുംബത്തിൽ ജനിക്കുകയും ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്യുകയൊക്കെ ചെയ്ത ഡോക്ടർ ലക്ഷ്മികുമാരി, കാവ്യ ഉടുത്തില്ലെങ്കിലും വിവേകാനന്ദ സ്വാമിയുടെ പ്രേരണയിൽ ജീവിതം മുഴുവൻ ഈ സമാജത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ത്യജിച്ച അമ്മ കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഏകനാഥ റാനഡേക്ക് ശേഷം, പരമേശ്വരിക്ക് മുൻപ് ആ അമ്മ പ്രസിഡന്റായി. ഇപ്പോഴ് അവര് കൊടുങ്ങല്ലൂരില് വിവേകാനന്ദ വേദിക് വിഷൻ എന്നൊരു സ്ഥാപനം നടത്തി ഈ പ്രായമായ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് സുഖമില്ലാതെ കന്യാകുമാരി പോയി അദ്ദേഹത്തെ ദർശിച്ചിട്ട് മടങ്ങുന്ന വഴി സന്ദർഭവശാൽ മറ്റേ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്മയോട് ഈ ആശ്രമത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ കയറി. ഞാൻ ഇന്ന് എൻ്റെ മുമ്പിൽ പലരും ഇവിടെ കാണുന്നുണ്ട്. സാധാരണ ഈ ആശ്രമത്തിൽ വരാത്തവര് നമ്മൾ ഈ വർഷം ശ്രീചക്രം ഈ ആശ്രമത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് പുതിയ മാധ്യമം വഴി കാണാനിടയായ പല ശ്രീവിദ്യാമാർഗത്തിലെ ഉപാസകന്മാരോ ജിജ്ഞാസുക്കളോ ആയ ആൾക്കാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പുഷ്പം വിരിഞ്ഞാൽ തേനീച്ചകൾ അന്വേഷിച്ച് വന്നുകൊള്ളും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ആശ്രമത്തിന്റെ സുഗന്ധവും ഈ ആശ്രമത്തിന്റെ മധുവും ഉണങ്ങിപ്പോയപ്പോ ആരും ഇവിടെ അന്വേഷിച്ചു വരുമായിരുന്നില്ല. പക്ഷെ ഈ ആശ്രമത്തിന്റെ ജന്മോദ്ദേശം വീണ്ടും പ്രഖരമായി പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ വഴി അന്വേഷിച്ച് മഹത്തുക്കളോടെ വരും. അവർക്ക് മാർഗദർശനം നൽകാൻ തന്റെ തപസ്സുകൊണ്ട് ഈ മണ്ണിനെ പവിത്രമാക്കിയ സദാനന്ദ സ്വാമികളും തന്റെ തപസ്സുകൊണ്ട് ഈ മണ്ണിന് ഊർജം പകർന്ന നമ്മളുടെ ആത്മാനന്ദ ഭാരതി സ്വാമികളും ഒക്കെ തന്നെ അപ്പോഴാണ് പുതിയ ലോകത്തിന് പരിചയപ്പെട്ട് സാധിക്കുന്നത്. അത്തരം ഒരു നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ഋഷിവര്യന്റെ സമാധി ദിനമായ ഈ ഇടവമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഇനി വരുന്ന ഓരോ കാൽവെപ്പുകളും നമുക്ക് അനവധി പിഴവുകളെ നികറ്റാൻ ഈ ആശ്രമത്തെ സംബന്ധിച്ചുണ്ട്. മനുഷ്യഹിതമായതും ദൈവഹിതമായതുമായ പല ഘടകങ്ങളെയും നേരെയാക്കാൻ ആചാര്യന്മാർ നമുക്ക് ശക്തി നൽകും. അതിന് ഈ മഹത്തുക്കളായ സന്യാസിവര്യന്മാരുടെ എല്ലാം ഞാൻ ഒന്നുകൂടി ആ നിമിത്തം എന്ന് പറയുന്നത് പോലെ ചെങ്കോലാധീനം സ്വാമികൾ ഇവിടെ വന്നു എന്നുള്ളത് സദാനന്ദ സ്വാമികൾ ഒരു ശൈവ പരമ്പരയുടെ പദ്ധതിക്കാരനായിരുന്നു. ഈ സങ്കേതത്തിൽ നമ്മൾ ഇവിടെ ഏറ്റവും ശാസ്ത്രഗ്രന്ഥമാണെന്ന് സങ്കല്പിക്കുന്നവർക്ക് അത്ര സങ്കല്പിക്കാം. അപ്പൊ ഭൗതികവും ആത്മീയവുമായ ഏത് മാർഗത്തിനും വഴി കാണിക്കാൻ പറ്റിയ സിദ്ധ പരമ്പരയിലെ ഏറ്റവും കരുത്തുള്ള 2 ശക്തികളാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം ഇനിയും സമൂഹത്തിന് മാർഗദർശനത്തിന് കാരണമാകും. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇതെല്ലാം ചേരുന്ന ഒരു പഴയ തമിഴകത്തിന്റെ ഒരു സംസ്കാരം, അത് ശൈവമാർഗത്തിന്റെ സംസ്കാരമായിരുന്നു. ആൾവാന്മാരുടെയും നായന്മാരുടെയും വഴികളിലൂടെ വൈഷ്ണവവും ശൈവവും ഒരേപോലെ ശക്തിപ്പെട്ടു. അതിൽ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂർ വന്നിട്ടുള്ള നമ്മുടെ ചെരുമാൻ പെരുമാളുടെ കാലത്ത് ഇവിടെ വന്ന സുന്ദരമൂർത്തി നയനാർ, അദ്ദേഹം സ്വയമേവ ശരീരത്യാഗം ചെയ്ത് ആ കൈലാസത്തിലേക്ക് ലയിച്ചു എന്ന് സ്വാമിജി ഇവിടെ പറഞ്ഞു. അപ്പൊ അന്നത്തെ കാലത്ത് കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഭരണവ്യവസ്ഥയിൽ തമിഴ്നാടും കേരളവും ആയതല്ല, ഒന്നായി. ഈ ചേരന്മാർ